തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ അല്പം കൂടി സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. എങ്കിൽ കൂടി കുറച്ച് ആളുകൾ ഇപ്പോഴും ഫോം പൂരിപ്പിച്ച് നൽകാനുണ്ട്. BLOമാർ ഫീൽഡിൽ അവരെ കണ്ടെത്തി ആ ഫോമുകൾ തിരികെ വാങ്ങി ഡിജിറ്റലൈസേഷൻ ചെയ്യാനുള്ള തിരക്കിലാണ്. അതിനിടയിലാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിച്ച് 1200ഓളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ബീച്ചിൽ വലിയൊരു പട്ടം പറത്തൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വണ്ടർഫുൾ ഡെമോക്രസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പരിപാടി നടക്കുന്നുണ്ട് നമ്മളുടെ കൺട്രിയിൽ. നമ്മളിപ്പോൾ ഈ കൈറ്റ് ഫെസ്റ്റിവലിൽ 1200 സ്റ്റുഡൻസ് പങ്കെടുക്കുന്നുണ്ട്. അത് ദേ ആർ ഫ്രം 15 to 20 കോളേജസ്, മോസ്റ്റ്ലി NSS വോളണ്ടിയേഴ്സ് അലോങ് വിത്ത് ദെയർ കോർഡിനേറ്റേഴ്സ്. അവരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്ക് ഇൻഡിവിജ്വലായിട്ട് കൈറ്റ് മേക്കിംഗ് ഒരു പ്രോസസ്സും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ഇവൻ്റ് ആണ്. ഇറ്റ്സ് എ ബിഗ് ഇവൻറ്റ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് ഇന്ത്യ വൈഡ് ലാർജസ്റ്റ് ഇവൻറ്റ്, ബട്ട് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ വെരി കൺസിഡറബിളി ബിഗ് ഇവൻറ്റ്. BLOമാരുടെ എഫേർട്സ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇവൻ്റ് ആണ്. ബിക്കോസ് അവർ വലിയ തിരക്കിലാണ് ബിക്കോസ് ഓഫ് ഡിജിറ്റൈസേഷൻ. 85% ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഓൾറെഡി തീർന്നു ഡിജിറ്റൈസേഷൻ. ചെറുതും വലുതുമായ 100 കണക്കിന് പട്ടമാണ് കോഴിക്കോട് ബീച്ചിൽ പറത്തിയത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ആരെങ്കിലും ഇനിയും ഇതുവരെ SIRന്റെ ഭാഗമായിട്ടില്ലെങ്കിൽ അവരും കൂടി ഭാഗമാകാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള ഒരു പട്ടം പറത്തൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും BLOമാർ ഇപ്പോഴും ഫീൽഡിൽ ഓടി നടന്ന ഈ SIRന്റെ ഭാഗമായുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.